വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 9th November 2022 നടന്ന SSC CPO എക്സാമിൻ്റെ ഷിഫ്റ്റ് 3 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഈ തന്നിട്ടുള്ള സെൻറ്റൻസിന് പകരം ഒരു വൺ വേർഡ് യൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. The scientific study of the behavior, structure, physiology, classification and distribution of animals. അപ്പോൾ ആനിമൽസിൻ്റെ സ്റ്റഡിയാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സുവോളജി ആണ് വരിക. ആർക്കിയോളജി ഹ്യൂമൻ ഹിസ്റ്ററി പഠിക്കുന്നത് തന്നെയാണ്, അതിനെയാണ് ആർക്കിയോളജി പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് ത്രൂ എക്സ്കവേഷൻ, അതിനെയാണ് നമ്മൾ ആർക്കിയോളജി പറയുന്നത്. പെട്രോളജി പറയുന്നത് സ്റ്റഡി ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് റോക്സ് ആണ്, അതിനെയാണ് നമ്മൾ പെട്രോളജി പറയുന്നത്. എക്കോളജി പറയുന്നത് ദ റിലേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് വിത്ത് എൻവയൺമെൻറ്റ്, അതിനെയാണ് നമ്മൾ എക്കോളജി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെരിൽ എന്നുള്ള പറയുമ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് ട്രബിൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡേഞ്ചർ ആണ് പെരിലിൻ്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 4 വാക്കുകളിൽ ഒരു സ്പെല്ലിങ് നമുക്ക് മിസ്റ്റേക്ക് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് പെർസ്പിക്വസ് എന്നുള്ള വേർഡാണ് നമുക്ക് തെറ്റിച്ച് തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് PERSPICUOUS, പെർസ്പിക്വസ്, അതാണ് കറക്റ്റ് സ്പെല്ലിങ് വരുന്നത്. അതിൻ്റെ മീനിങ് വരുന്നത് വിച്ച് ക്യാൻ ബി ക്ലിയർലി അണ്ടർസ്റ്റുഡ് എന്നുള്ളതാണ്. പെർവേ എന്നുള്ള മീനിങ് വരുന്നത് സപ്ലൈ ഓഫ് ഫുഡിനെയാണ് നമ്മൾ പെർവേ പറയുന്നത്. പെർ യൂസ് എന്നുള്ള പറയുന്നത് അതിൻ്റെ മീനിങ് വരുന്നത് എക്സാമിൻ കെയർഫുള്ളി അല്ലെങ്കിൽ റീഡ് കെയർഫുള്ളി തന്നെയാണ് നമ്മൾ പെർ യൂസ് പറയുന്നത്. പെർവേഡ് സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ വ്യാപിക്കുക, അതിനെയാണ് നമ്മൾ പെർവേഡ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എറിഡൈറ്റ് എന്നുള്ള പറയുമ്പോൾ അറിവുള്ള ആൾ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്കോളർലി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് ആ തന്നിട്ടുള്ള സെൻറ്റൻസിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ വൺ വേർഡ് നമ്മൾ അതിന് യൂസ് ചെയ്യാണ് വേണ്ടത്. ഓണർ ഗിവൺ ഫോർ സം അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന ഓണറാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് എന്നുള്ള നമുക്ക് വരില്ല. ഗിഫ്റ്റ് എന്നുള്ള സമ്മാനം എന്നുള്ള മീനിങ് അല്ലേ വരുന്നുള്ളൂ, അതൊരു ഓണർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലോറലാണ് വരുന്നത്. പ്ലക്കാർഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നോട്ടീസാണ്. അത് നമ്മൾ പബ്ലിക് പ്ലേസിലൊക്കെ ഒട്ടിച്ച് വെക്കുന്ന നോട്ടീസിനെയാണ് നമ്മൾ പ്ലക്കാർഡ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ലോറലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്കിതുപോലെ തന്നിട്ടുള്ള വേർഡിൻ്റെ സിമിലർ മീനിങ് ആയിട്ടുള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇംപാസ് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഇംപാസ് എന്നുള്ള പറയുമ്പോൾ തടസ്സം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡെഡ് ലോക്ക് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഈസ് റിയലി ആൻ അട്രാക്റ്റീവ് പെയിൻറ്റിങ് മെയ്ഡ് ബൈ ദ നോവിസ് ആർട്ടിസ്റ്റ്. ഇതിൽ നോവിസ് എന്നുള്ള വേർഡാണ് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. നോവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷർ എന്നുള്ള മീനിങ് ആണ് വരുന്നത്, ഫ്രഷർ അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് എക്സ്പേർട്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, എക്സ്പേർട്ടാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്രൻറ്റിസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള മീനിങ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. അപ്പോൾ നമുക്കിതുപോലെ അണ്ടർലൈൻ ചെയ്ത് വന്ന വേർഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദ സ്കൂൾ കലണ്ടർ ദിസ് ഇയർ ഹാസ് ടേൺഡ് ഔട്ട് റിയലി നൈസ്. അപ്പോൾ അതിൽ കലണ്ടർ എന്നുള്ള വേർഡാണ്
നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് തന്നിരിക്കണം. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. CALENDAR അതാണ് കലണ്ടറിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത്. കലണ്ടർ നമ്മൾ സാധാരണ ഇയർലി കലണ്ടറിന് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഡേ, മന്ത്, ഇയർ ഇതെല്ലാം കാണിക്കുന്ന ആ പീസ് ഓഫ് പേപ്പറിനെയാണ് നമ്മൾ കലണ്ടർ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following sentence has been divided into parts. One of them may contain an error. Select the part that contains the error from the given option. If you don't find any error, mark no error as your answer. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലേതൊരു പാർട്ടിൽ എറർ ഉണ്ട്. ഇനി സെൻറ്റൻസിൽ എറർ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നോ എറർ ആൻസർ കൊടുത്താൽ മതി. He took a hurried glance on the newspaper and swiftly left for work. അപ്പോൾ അതിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺ ദ ന്യൂസ് പേപ്പർ അല്ല നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ടത്. നമ്മൾ കറക്റ്റ് ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ഓൺ അല്ല, നമ്മൾ എറ്റ് എന്നുള്ളതാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഹി ടുക്ക് എ ഹറീഡ് ഗ്ലാൻസ് എറ്റ് ദ ന്യൂസ് പേപ്പർ എന്നാണ് വരുന്നത്, ഓൺ ദ ന്യൂസ് പേപ്പർ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസ്സസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ സെൻറ്റൻസ് അത് ആക്റ്റീവ് വോയിസിലാണ് നമ്മുടെ സെൻറ്റൻസ് തന്നിരിക്കുന്നത്. അത് നമുക്ക് പാസീവ് വോയിസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ദ ഓഫീസേഴ്സ് കെപ്റ്റ് us വെയിറ്റിംഗ് ഫോർ 1 hour. അപ്പോൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ കേസിൽ ഓഫീസേഴ്സാണ് നമ്മുടെ സബ്ജക്റ്റ്, അസ്സാണ് ഒബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാസീവിലേക്ക് ആക്കി മാറ്റുമ്പോൾ അസ് നമ്മുടെ സബ്ജക്റ്റായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അത് വി ആവും. പിന്നെ ഓഫീസേഴ്സ് എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റ് ആവും. അതുകൊണ്ട് ബൈ ദ ഓഫീസേഴ്സ് എന്നുള്ളത് വരും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരിക. വി were kept waiting for 1 hour by the officers. Next question. Select the most appropriate option that can substitute the underlined segment in the given sentence. If there is no need to substitute it, select no substitution required. അപ്പോൾ നമുക്കിതിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഓപ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി എങ്ങാനും എറർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് ആൻസർ മാർക്ക് ചെയ്താൽ മതി. They are cautious about their car as its door is broken. അപ്പോൾ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് കാറിൻ്റെ ഡോറ് ബ്രോക്കൺ ആണ്. അപ്പോൾ കാറിൻ്റെ അതിൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ്സ് എന്നുള്ളത് വരുന്നത് ITS. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോസ്ട്രഫി എസ് അവിടെ വരാൻ പാടില്ല. അപ്പോസ്ട്രഫി എസ് ഇടുകയാണെങ്കിൽ അത് ഇറ്റ്സിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ്. അതല്ല, കാറിൻ്റെ ഡോർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആസ് ഇറ്റ്സ് എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. അപ്പോൾ 11th വൺ ആൻസർ വരുന്നത് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കൊളോക്കിയൽ ആണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. കൊളോക്കിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമൽ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നമുക്ക് അതിൻ്റെ ആൻറ്റോണിമായി കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫോർമലാണ് നമ്മുടെ ആൻസർ വരുന്നത്. കൊളോക്കിയലിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഫോർമലാണ്. സ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി പിടിച്ചിരിക്കണതിനെയാണ് നമ്മൾ സ്ലാക്ക് പറയുന്നത്. സ്ലാങ് സാധാരണ നമ്മൾ ഈ ഭാഷയുടെ ആക്സെൻ്റ് ഇല്ലേ, അതിനാണ് നമ്മൾ സാധാരണ സ്ലാങ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ ഗിവൺ സെൻറ്റൻസ് ആൻഡ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ വേർഡ് സ്ട്രെയിറ്റൻ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ 4 ഓപ്ഷനിലെ ഒരെണ്ണം സ്ട്രെയിറ്റൻ എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ളതാണ്. അത് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദ സോൾജേഴ്സ് were crouching and crawling behind the fence to take a better shot at the enemies and surprised. അപ്പോൾ സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ നേരെ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്രൗച്ചിങ് ആണ്. നമ്മൾ മുട്ടുകുത്തി പോണേനെയാണ് നമ്മൾ സാധാരണ ക്രൗച്ചിങ് പറയുന്നത്. അപ്പോൾ സ്ട്രെയിറ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ക്രൗച്ചിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. നമുക്ക് തന്നിട്ടുള്ള ഈ വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള വേർഡ് ഓക്വേർഡ് ആണ്. ഓക്വേർഡ് എന്ന് പറയുമ്പോൾ വിയേർഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് സ്കിൽഡ് എന്നുള്ളതാണല്ലോ. അങ്ങനെയുള്ള വേർഡ് വരുന്നത് ഓപ്ഷൻ എ ആണ്. എഡ്രോയിറ്റ് എന്നുള്ളതാണ്. സ്കിൽഡ് എന്നുള്ളതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the option that can be used as a one word substitute for the given group of words. അപ്പോൾ നമുക്ക്
ആ സെൻറ്റൻസിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു വൺ വേർഡാണ് നമുക്ക് ഇന്ന് കണ്ടുപിടിക്കേണ്ടത്. കില്ലിംഗ് ഓഫ് എ പേഴ്സൺ ബൈ അനദർ. അപ്പോൾ കില്ലിംഗ് ഓഫ് എ ഹ്യൂമൻ ബീങ് ബൈ അനദർ ഹ്യൂമൻ ബീങ്, അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹോമിസൈഡാണ് വരേണ്ടത്. ഡെമോസൈഡ് എന്നുള്ള പറയണത് കില്ലിംഗ് ഓഫ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബൈ ദ ഗവൺമെൻറ്, അതിനെയാണ് നമ്മൾ ഡെമോസൈഡ് പറയുന്നത്. ജീനോസൈഡ് നമ്മളിതുപോലെ പറയണത് മാസ്സായിട്ട് ആൾക്കാരെ കൊല്ലുന്നതിനെയാണ്. അപ്പോൾ മസാക്കർ, കൂട്ടക്കൊല, അതിനെയാണ് നമ്മൾ ജീനോസൈഡ് പറയുന്നത്. യൂത്തനേഷ്യ എന്ന് പറയുന്നത് ദയാവധാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 4 വാക്കുകളിൽ ഒരെണ്ണം നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഓപ്ഷൻ സി ആണ് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് തന്നിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് വേർഡ് വരേണ്ടത് WIGGLE. വിഗിൾ അല്ലെങ്കിൽ ഓപ്ഷൻ എ, റിഗിൾ എന്ന് പറയുന്നത് വേദന കൊണ്ട് പെടയുക എന്നുള്ള പറയില്ലേ, അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. റീത്ത് എന്നുള്ള പറയണത് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ഇൻ എ സർക്കിൾ, അതിനാണ് നമ്മൾ റീത്ത് പറയുന്നത്. റീക്ക് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് ടു കോസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇഡിയമിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. He burned his fingers by getting into others' problems. അപ്പോൾ burned his fingers എന്ന് പറയുന്നത് അതിൻ്റെ ലിറ്ററൽ മീനിങ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അയാളൊരു പ്രശ്നത്തിൽ പെട്ടു എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അണ്ടർലൈൻഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ ഇതും നമുക്ക് ആ വേർഡ്സിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വൺ വേർഡാണ് നമുക്ക് ഇന്ന് കണ്ടുപിടിച്ചെടുക്കേണ്ടത്. ദ ഡക്സ് വെർ നോട്ട് എഫ്രെയ്ഡ് ഓഫ് ദ ഫാസ്റ്റ് മൂവിങ് വാട്ടർ. അതിൻ്റെ ആൻസർ വരേണ്ടത് കറണ്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് മൂവിങ് വാട്ടറിന് മാത്രമാണ് നമ്മൾ കറണ്ട് പറയേണ്ടത്. ഇതിൽ ഫാസ്റ്റ് മൂവിങ് വാട്ടറാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, ടൊറൻ്റ് ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇഡിയം ഫ്രം ദ following option that can substitute the underlined part of the given sentence. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മീനിങ് അണ്ടർലൈൻ ചെയ്തത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു ഇഡിയമാണ് നമുക്ക് നമ്മൾ ഓപ്ഷൻസിന് ചൂസ് ചെയ്തെടുക്കേണ്ടത്. ഇറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് ഇൻ്റർവ്യൂ സോ ഹീ ഹാസ് എ നെർവസ് ഫീലിംഗ്. അപ്പോൾ നെർവസ് ഫീലിങ്ങിൻ്റെ കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ഇഡിയമാണ് ഓപ്ഷൻ എ, ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക്. നെർവസ്നെസ്സിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക്ക് പറയുന്നത്. സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്നുള്ള പറയുമ്പോൾ ചെറിയ പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് പറഞ്ഞു വിടുക, അതിനെയാണ് നമ്മൾ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് പറയുന്നത്. ടഗ് അറ്റ് ഹിസ് ഹാർട്ട് സ്ട്രിങ് എന്ന് പറയുന്നത് ടു ബി വെരി ഇമോഷണൽ, അതിനെയാണ് നമ്മൾ ടഗ് അറ്റ് ഹിസ് ഹാർട്ട് സ്ട്രിങ്സ് പറയുന്നത്. ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നല്ല കാര്യത്തിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ടൊരു ബെനിഫിറ്റ് വരുന്നതിനെയാണ് നമ്മൾ ഐസിങ് ഓൺ ദ കേക്ക് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൈലി എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. അതിൻ്റെ മീനിങ് വരുന്നത് പോലെ കണ്ണിങ്, ക്രുക്കഡ് അല്ലെങ്കിൽ സൂത്രശാലി ആയിട്ടുള്ള ആൾ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, ഓണസ്റ്റ് ആണ് വരിക. ഓപ്ഷൻ എ, ഹൊറിഡ് എന്നുള്ള പറയുമ്പോൾ പേടിപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഹൊറിഡ് പറയുന്നത്. റോഞ്ചി എന്നുള്ള പറയുന്നത് വൾഗറായിട്ടുള്ള കാര്യം അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ റോഞ്ചി പറയുന്നത്. ട്രയംഫൻ്റ് പറയുന്നത് സക്സസ് അല്ലെങ്കിൽ വിക്ടറിനെയാണ് നമ്മൾ ട്രയംഫൻ്റ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാസ് ബീൻ സ്പ്ലിറ്റ് ഇൻ ടു 4 segments. ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏത് ഭാഗത്താണ് എറർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൈ ഗ്രാനി സേസ് ദാറ്റ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഓൾ റൈറ്റ് ടു ഗെറ്റ് മാരീഡ് യങ് ദോ ഐ ഡു നോട്ട് ആബ്സല്യൂട്ട് എഗ്രി വിത്ത് ഹെർ എ ബിറ്റ് ഓൺ ദിസ്. ഇതിലെ നമ്മുടെ ആൻസർ വരുന്നത്, എറർ വരുന്നത് പാർട്ട് ബിയിലാണ്. ദോ ഐ ഡു നോട്ട് ആബ്സല്യൂട്ട് എഗ്രി വിത്ത് ഹെർ എ ബിറ്റ് ഓൺ ദിസ്. അതിൽ എഗ്രി എന്നുള്ളത് ഒരു വെർബാണ്, അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത പറയുന്നത് ഒരു അഡ്വർബ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അവിടെ അബ്സല്യൂട്ട് എന്നല്ല യൂസ് ചെയ്യേണ്ടത്, അവിടെ യൂസ് ചെയ്യേണ്ടത് അബ്സല്യൂട്ട്ലി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇഡിയമിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള ഇഡിയം സോൾട്ട് ഓഫ് ദി എർത്ത് ആണ്. അപ്പോൾ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അതുപോലെ തന്നെ പ്യുവറായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാർ, ഗുഡ് പീപ്പിൾ, ഓണസ്റ്റ് പീപ്പിൾ, അവരെയാണ് നമ്മൾ സാധാരണ സോൾട്ട് ഓഫ് ദി എർത്ത് പറയുന്നത്. ബൈബിളിൽ ഇതുപോലെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ലേബറേഴ്സ്, ഫിഷർമെൻ, അവരെയൊക്കെ സോൾട്ട് ഓഫ് ദി എർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എ വെരി ഗുഡ് ആൻഡ് ഓണസ്റ്റ് പേഴ്സൺ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയ കറക്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദേ ആർ ലുക്കിംഗ് ടു എ പ്ലേസ് ടു റെസ്റ്റ്. അവിടെ ശരിക്കും മീനിങ് വരുന്നത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സെർച്ചിങ് ആണ് അവിടെ നമുക്ക് മീനിങ് വരേണ്ടത്. അതിന് പറ്റിയ കറക്റ്റ് ഫ്രേസൽ വെർബ് വരുന്നത് ഓപ്ഷൻ സി ആണ്. ആർ ലുക്കിംഗ് ഫോർ ആണ് വരുന്നത്. ലുക്കിംഗ് ടു അല്ലെങ്കിൽ ലുക്കിംഗ് ഇൻ ടു എന്നുള്ളത് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നമുക്കവിടെ സെർച്ചിങ് എന്നാണ് മീനിങ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ലുക്കിംഗ് ഫോർ ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 4 വേർഡ്സിൽ ഒരു വേർഡ് നമുക്ക് സ്പെല്ലിംഗ് ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഓപ്ഷൻ ബി ആണ് നമുക്ക് തെറ്റിച്ച് തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരേണ്ടത് SOLVENT. സോൾവെൻറ്റ്. സോൾവെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ലിക്വിഡ് ദാറ്റ് ക്യാൻ ഡിസോൾവ് എനി അതർ സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ സോൾവെൻറ്റ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള 4 വേർഡ്സിൽ ഒരു വേർഡ് നമുക്ക് സ്പെല്ലിംഗ് ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഓപ്ഷൻ ഡി ആണ് നമുക്ക് തെറ്റിച്ച് തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് CHIVALROUS. ഷിവാൽറസ് ആണ് നമുക്ക് കറക്റ്റ് വേർഡ് വരുന്നത്. അതിൻ്റെ മീനിങ് വരുന്നത് ബ്രേവ് എന്നുള്ളതാണ്. നെഫാരിയസ് എന്നുള്ള പറയുമ്പോൾ ഇതുപോലെ ക്രൂവൽ അല്ലെങ്കിൽ ക്രിമിനൽ എന്നുള്ളതാണ് നെഫാരിയസിൻ്റെ മീനിങ് വരുന്നത്. സെർമണൈസിൻ്റെ മീനിങ് വരുന്നത് പ്രസംഗത്തിനെയാണ് നമ്മൾ സെർമണൈസ് പറയുന്നത്. അക്വിറ്റൽ എന്ന് പറയുമ്പോൾ കുറ്റവിമുക്തനാക്കുക, അതിനെയാണ് നമ്മൾ അക്വിറ്റൽ പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷിഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.